കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ BSOG 171 UG ഇലക്ടീവ്. BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് നമ്മുടെ 2025 ജൂണില് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ഈ ഒരു പാഠഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാം റെലവെന്റ് ആയിട്ട് നമ്മുടെ റിവിഷൻ ടൈമിനെ എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതാണ്, അതായത് ഏത് ബ്ലോക്ക് ആണ്, ഏത് യൂണിറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതുകൊണ്ട് നമ്മൾ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിന്നും എവിടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ റിവിഷൻ ടൈമിനെ ടൈം മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിലും ആദ്യം വരുന്നത് നമ്മുടെ സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കോഴ്സിൽ എത്ര ബ്ലോക്ക് ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ നോക്കണം, എക്സാം നമ്മൾ പാസ്റ്റ് എക്സാംസിന്റെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ടായിരിക്കും, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, മാർക്ക് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഓരോ പേപ്പറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂസ്, അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേണ്ടത്, എത്രമാത്രം നിങ്ങൾ എഴുതണം, എത്ര ടൈം അതിന് സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. കൂടാതെ ഇതിന്റെ പ്രോബബിലിറ്റി, അതായത് അടുത്ത എക്സാമിൽ, അതായത് വരുന്ന ജൂൺ TEE എക്സാംസിൽ എത്രമാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് അവസാനമായിട്ട് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു അത് നമ്മൾ ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ടൈം സെറ്റ് ചെയ്യാം. 3 മണിക്കൂർ ടൈം സെറ്റ് ചെയ്തിരുന്ന് നിങ്ങൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ആപ്പിൽ ഇതിന്റെ ആൻസർ കീ അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ച് നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്, എവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് തെറ്റുകൾ തിരുത്താനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ എങ്ങനെ നമ്മൾ ഓരോന്നിനും ആൻസർ എഴുതണം, എങ്ങനെയാണ് മാർക്കിന്റെ അലോക്കേഷൻ വരുന്നത്, കണ്ടന്റ് എവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ഡെപ്ത് ആയിട്ട് പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്, എങ്ങനെയാണ് മാക്സിമം സ്കോർ എടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രീവിയസ് ഇയർ പേപ്പേഴ്സിന്റെ വെയിറ്റേജ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നതായിരിക്കും. ഇത് നമ്മൾ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിവിഷൻ ടൈമിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ശരിക്കും നമുക്ക് എക്സാംസിലോട്ടുള്ള റിവിഷൻ ടൈം മാത്രമാണ്, പഠിക്കാനുള്ള സമയമല്ല, അത് റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. അപ്പൊ ഈ ഒരു റിവൈസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകേണ്ട ഏരിയാസുകൾ മാത്രം നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടൈം ലാഭിക്കാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ എക്സാമിലോട്ടുള്ള നിങ്ങളുടെ കോൺഫിഡൻസും അതുപോലെ നിങ്ങളുടെ ഫോക്കസ് ഒക്കെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് സിലബസ് മാപ്പിംഗ് ആണ് നമ്മുടെ യൂണിറ്റ് ആയിട്ടും ബ്ലോക്കുകളായിട്ടും ടോപ്പിക്കുകളായിട്ടും എക്സാം റെലവൻസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്ക് 1-ൽ നിന്നും യൂണിറ്റ് 1-ൽ നിന്നും വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി. 12 തവണയോളം ഇത് റിപ്പീറ്റ്ലി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1-ൽ നിന്ന് തന്നെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ 11 തവണയോളം അത് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, വളരെയധികം നന്നായിട്ട് പഠിക്കാം. അതുപോലെ യൂണിറ്റ് 2-ൽ നിന്നും മൈക്രോവേവ്സ് മാക്രോ എക്കണോമിക്സ് അത് 9 തവണയോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത്
പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ യൂണിറ്റ് 2 നിന്നും ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ് അതും 8 തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നന്നായിട്ട് പഠിക്കുക. ബ്ലോക്ക് 2 നിന്നും യൂണിറ്റ് 3 ലോ ഓഫ് ഡിമാൻഡ് 13 തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ യൂണിറ്റ് 3 നിന്ന് തന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് 11 തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് എന്താണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട 2 ടോപ്പിക്കുകളാണ്. അതുപോലെ യൂണിറ്റ് 4 നിന്നും പ്രൈസ് ഇൻകം ക്രോസ് ഇലാസ്റ്റിസിറ്റി 12 തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അതുപോലെ യൂണിറ്റ് 5 നിന്നും ലോ ഓഫ് സപ്ലൈ 9 തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. പ്രൈസ് സീലിംഗ് ഫ്ലോർ ഇന്റർവെൻഷൻസ് 6 തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി 10 തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 70 യൂണിറ്റിൽ നിന്നാണ്. നല്ലപോലെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ 8 യൂണിറ്റിൽ നിന്നും ഇൻഡിഫറൻസ് കർവ് 9 തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. നന്നായിട്ട് പഠിക്കുക. അതുപോലെ 9th യൂണിറ്റിൽ നിന്നും ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ 7 ടൈംസോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ 10th യൂണിറ്റിൽ നിന്നും റിട്ടേൺസ് സ്കെയിലും ഐസോകോൺസും നല്ലപോലെ പഠിക്കുക. 7 തവണയോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. 11th യൂണിറ്റിൽ നിന്നും കോസ്റ്റ് കർവ് ഷോർട്ട് ലോങ് റണ്ണിൽ കോസ്റ്റ് കർവുകൾ ഷോർട്ട് റണ്ണിലെയും ലോങ് റണ്ണിലെയും കോസ്റ്റ് കർവുകൾ 10 തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ ഇമ്പോർട്ടൻസ് ആണ്. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. 12th യൂണിറ്റിൽ നിന്നും മാർക്കറ്റ് ഇക്വിലിബ്രിയം 8 തവണയോളം ചോദിച്ചിട്ടുണ്ട്. 13th യൂണിറ്റിൽ നിന്നും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 9 തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ 14th യൂണിറ്റിൽ നിന്നും മോണോപോളി ഡിസ്ക്രിമിനേഷൻ 12 തവണയോളം അത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പൊ നല്ലപോലെ അത് പഠിക്കാം. 15th യൂണിറ്റിൽ നിന്നും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ 7 ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാം. 16th യൂണിറ്റിൽ നിന്നും ഒലിഗോപൊളി 9 തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കാം. 17th യൂണിറ്റിൽ നിന്ന് ഫാക്ടർ മാർക്കറ്റ് 7 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കാം. മാർജിൻ പ്രൊഡക്ടിവിറ്റി തിയറം 8 തവണയോളം ആ ഒരു ടോപ്പിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാം. വേജസ് ഇൻട്രസ്റ്റ് കളക്റ്റീവ് ബാർഗനിങ് 6 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. നല്ലപോലെ പഠിക്കുക കേട്ടോ. അതുപോലെ റെന്റ് കോസി റെന്റ് പ്രോഫിറ്റ് 10 തവണയോളം ആ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു നമ്മുടെ ബുക്കിൽ നിന്നും വന്നിട്ടുള്ള ബ്ലോക്ക് വൈസ് ആയിട്ടും ഓരോ യൂണിറ്റിൽ നിന്നും ടോപ്പിക് വൈസ് ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞു. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത് ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ബാർ ഡയഗ്രം ആണ് കേട്ടോ. അപ്പോ ഇതിൽ നമുക്ക് നോക്കിയറിയാം ബ്ലോക്ക് 2-നാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം BCOG 171 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2-വിൽ നിന്നാണ്. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 4-ഉം പിന്നെ ബ്ലോക്ക് 5. ഓക്കെ, അപ്പൊ ഇത്രയും ബ്ലോക്കുകൾ വളരെ നന്നായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് എന്താന്ന് വെച്ചാല് ഇവിടെ ബ്ലോക്കുകൾ കാണാനായിട്ട് പറ്റും. അതുപോലെ താഴെ യൂണിറ്റുകളും കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ ഈ ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ള വളരെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ തവണ റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നല്ലപോലെ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് അതിനകത്ത് ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതിലൂടെ ഒരു ഇയറിൽ 2 ടൈംസ് ആയിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ നമ്പേഴ്സ് മീൻ ചെയ്യുന്നത് എത്രമാത്രം അത് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പൊ ബ്ലോക്ക് 1-ല് യൂണിറ്റ് 1 12 തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ ഇമ്പോർട്ടൻസ് ആണ്. നന്നായിട്ട് പഠിക്കാം. അതുപോലെ യൂണിറ്റ് 2 9 തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നല്ലപോലെ പഠിക്കാം. ഇനി ബ്ലോക്ക് 2-ല് നോക്കുവാണെങ്കിൽ യൂണിറ്റ് 3-യും യൂണിറ്റ് 4-ഉം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റുകളാണ്. ബാക്കിയുള്ളത് ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അതുപോലെ ബ്ലോക്ക് 3-ല് നോക്കുവാണെങ്കിൽ യൂണിറ്റ് 11 നല്ലപോലെ പഠിക്കണം. നല്ലപോലെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ ബ്ലോക്ക് 4-ല് നോക്കുവാണെങ്കിൽ യൂണിറ്റ് 14-ഉം അതുപോലെ യൂണിറ്റ് 16-ഉം ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ബ്ലോക്ക് 5-ല് നോക്കുവാണെങ്കിൽ യൂണിറ്റ് 20 നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സുകളാണ് നമ്മൾ വായിക്കുന്നത് കേട്ടോ. ബ്ലോക്ക് 2-ൽ നിന്നും യൂണിറ്റ് 3 and 4-ൽ നിന്നും വരുന്നതാണ് ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് ഇലാസ്റ്റിസിറ്റി. ഇത് ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ഡയറക്റ്റ് ആയിട്ടും അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാം. അതുപോലെ ബ്ലോക്ക് 1-ൽ നിന്നും യൂണിറ്റ് 1-ൽ നിന്നും വന്നിട്ടുള്ള സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കോണമി ആൻഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ഇതും ഒത്തിരി തവണ വന്നിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാം. ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് വളരെ ക്ലാരിഫൈ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ മോണോപോളി മാർക്കറ്റ് സ്ട്രക്ചർ ബ്ലോക്ക് 4-ൽ നിന്നും യൂണിറ്റ് 13-14 നിന്നുള്ളതാണ്. ഇത് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒന്നാണ്. അപ്പൊ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. ഇനി നമ്മുടെ എക്സാം പാറ്റേൺസിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുവാണ്. എങ്ങനെയാണ് നമ്മുടെ എക്സാം ഫോർമാറ്റ്? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ലോങ് എസ്സേ എഴുതാനായിട്ടുണ്ടായിരിക്കും, ഷോർട്ട് എസ്സേ എഴുതാനായിട്ടുണ്ടായിരിക്കും, ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും, പിന്നെ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും, പിന്നെ വളരെ റയർ ആയിട്ട് MCQ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഉണ്ടാവില്ല MCQ. ഓക്കെ, നമുക്ക് MCQ വരാറില്ല. അപ്പോ ബാക്കിയുള്ളത് അതായത് ലോങ് എസ്സേയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഏകദേശം 20 മാർക്കിന്റെ എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ 16-20 വരെയുള്ള മാർക്കിന്റെ എസ്സേകളായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക. അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു 400-600 വേർഡ്സിൽ എന്ത് ചെയ്യാം, ഉത്തരം എഴുതുക. ഓക്കെ, ഷോർട്ട് എസ്സേ ആണെങ്കിൽ 10 തൊട്ട് 12 വരെ ആയിരിക്കും അതിന്റെ മാർക്കിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഒരു 250-350 വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതണം. ഓക്കെ, ഇനി ഷോർട്ട് നോട്ടുകളാണെങ്കിൽ കൺസെപ്റ്റ് ക്ലാരിറ്റി ചെയ്യുക, ഡെഫിനിഷൻ ആണെങ്കിൽ അത് എഴുതുക, ഡിമെറിറ്റ്സും മെറിറ്റ്സും ഉണ്ടെങ്കിൽ അത് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പൊ ഒരു 80-120 വേർഡ്സിൽ നിങ്ങൾക്ക് അത് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ആയിട്ടായിരിക്കും. അതും നമ്മൾ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ 4 എഴുതുക, 3 ക്വസ്റ്റ്യൻസ് തന്നാൽ 2 എഴുതുക, 4 തന്നിട്ട് 3 എഴുതുക, അങ്ങനെയായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ടായിരിക്കാം. പിന്നെ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 8 അല്ലെങ്കിൽ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഒരു 200-250 വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ അത് വളരെ റയർ ആയിട്ട് വരുന്നതാണ്. എന്നാലും ഒരു 8-10 മാർക്കിനൊക്കെയാണ് അത് ആ ഒരു ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ ഒരു 200-250 വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ അതും റയർ ആണ്. ഒരു 6-10 മാർക്കിന്റെ റേഞ്ചിലാണ് വരാറുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ഒരു വളരെ പക്കയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും എഴുതുക. ഓക്കെ, ഒരു 100 വേർഡ്സിൽ. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ ലോങ് എസ്സേയിൽ നിങ്ങൾ എപ്പോഴും അതിന്റെ നാച്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം അതിന്റെ ഒരു ബോഡി കൊടുക്കും. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ ഒരു ബോഡി വേണം, പിന്നെ ഒരു കൺക്ലൂഷൻ ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ അതിന്റെ ഡെപ്ത് എന്താന്നുള്ള മാക്സിമം എന്താണെന്ന് നന്നായി ഡിസ്കസ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിട്ട് എഴുതുക. ഓക്കെ, അതായത് ഇപ്പോ തിയറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത്, ഗ്രാഫ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താ ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്. ഇപ്പൊ നിങ്ങൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുവാണ്, ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസ് എന്താണ്, വൈ ആക്സിസ് എന്താണ്, അങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏകദേശം ഒരു 16-20 മാർക്കിന്റെ ഇടയിലായിട്ടായിരിക്കും ഓരോ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസും വരുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ഒരു 400-600 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന് ആൻസർ ചെയ്താൽ മതി. ഈ ഷോർട്ട് എസ്സേയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അതിന്റെ കീ കൺസെപ്റ്റ് എന്താണ്, അതിലെ വരുന്ന മെറിറ്റ്സും ഡൂമെറിറ്റ്സ് എന്താണ്, അതിന്റെ പാർട്ടുകളുണ്ട്, സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നിങ്ങൾ എഴുതേണ്ടത്. അതൊരു 10-12 മാർക്കിന്റെ റേഞ്ചിലാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു 250-350 വേർഡ്സിൽ എന്ത് ചെയ്യുക, അതിന് ആൻസർ എഴുതുക. ഈ ഷോർട്ട് നോട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഇപ്പോ ഷോർട്ട് നോട്ട് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ 4 എഴുതുക, അങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കാം.
അപ്പൊ ആ ഒരു ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് മാത്രം, ആ ഒരു കോർ തിയറം അതെന്താന്നുള്ളത് എഴുതുക. പിന്നെ അതിന്റെ ഡീമെറിറ്റ്സോ ഫീച്ചേഴ്സോ ഒക്കെ എഴുതാനുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ 4 ഇപ്പൊ ഇതിന് ഓരോന്നിനും 5 മാർക്ക് വീതൊക്കെയാണ് വരാറുള്ളത്. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 4 എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ 4 into 5 20 മാർക്സിനൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഏകദേശം ഒരു 80-120 വേർഡ്സിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ നിങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് കമ്പാരിസൺ ആയിട്ട് വരുമ്പോൾ ഒന്നെങ്കിൽ മൈക്രോ മാക്രോ അല്ലെങ്കിൽ മോണോപോളി പവർ കോമ്പറ്റീഷൻ ഇങ്ങനെയുള്ളതായിരിക്കും. അപ്പൊ ഒരു ടാബിന്റെ ഫോർമാറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അങ്ങനെ എഴുതാം. അപ്പോൾ അത് എഴുതുമ്പോൾ ഏകദേശം ഒരു 200-250 വേർഡ്സിൽ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 8-10 മാർക്കിന്റെ റേഞ്ചിലാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഈ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ ഏകദേശം നമ്മൾ കഴിഞ്ഞ ഇയറിലുള്ള എക്സാം പേപ്പേഴ്സിന്റെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഏകദേശം 20 മാർക്കിന്റെ ക്വസ്റ്റ്യനോളം ഫസ്റ്റ് ബ്ലോക്ക് ഒന്ന് വരാറുണ്ട്. സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള കൺസ്യൂമർ ബിഹേവിയർ എന്ന് നോക്കുവാണെങ്കിൽ 28% അതിൽ നിന്നും വരാറുണ്ട്. തേർഡ് ബ്ലോക്ക് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് 16% അതിൽ നിന്നും വന്നിട്ടുണ്ട്. ഫോർത്ത് ബ്ലോക്ക് ആയിട്ടുള്ള മാർക്ക് സ്ട്രക്ചറിൽ നിന്ന് നോക്കുവാണെങ്കിൽ 22% അതിൽ നിന്നും വരുന്നുണ്ട്. അതുപോലെ ഫിഫ്ത്ത് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം 14% അതിൽ നിന്നും വരാറുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ലോങ് എസ്സേ, ഷോർട്ട് എസ്സേ, ഷോർട്ട് നോട്ട് എല്ലാം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു വെയിറ്റേജ് എങ്ങനെയാണ് കഴിഞ്ഞ ജൂൺ 2022 തൊട്ട് ഡിസംബർ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എങ്ങനെയാണ് ഇതിന്റെ റേഞ്ച് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ എസ്സേയുടെ റേഞ്ച് നോക്കുവാണെങ്കിൽ 2022 നിന്നും 2024 ആകുമ്പോഴേക്കും അതിന്റെ 2024 ഡിസംബർ ആകുമ്പോഴേക്കും അതിന്റെ എസ്സേയുടെ വെയിറ്റേജസ് കുറഞ്ഞു കുറഞ്ഞാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഷോർട്ട് എസ്സേയുടെ നോക്കുവാണെങ്കിൽ വെയിറ്റേജ് കൂടുന്നുണ്ട്. അതുപോലെ ഷോർട്ട് നോട്ടിന്റെ വെയിറ്റേജ് കുറയുന്നുണ്ട്. അതുപോലെ ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ, അതായത് കമ്പയർ ഒക്കെ ചെയ്ത് എഴുതാനുള്ളതിന്റെ വെയിറ്റേജ് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വരുന്ന എക്സാംസിന്റെ പാറ്റേണിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഷോർട്ട് എസ്സേയും അതുപോലെ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ വെയിറ്റേജ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ലോങ് എസ്സേ അല്ലെങ്കിൽ എന്താ പറയാ ഷോർട്ട് എസ്സേയുടെ ഒക്കെ എന്താ ലോങ് എസ്സേയുടെ ഒക്കെ ഇതെന്താ വെയിറ്റേജ് കുറഞ്ഞു വരികയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഷോർട്ട് നോട്ട് എന്താ പറയാ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ട്. ആ ഒരു പെർസെൻറ്റേജിലാണെങ്കിലും അലോക്കേഷനിലാണെങ്കിലും ചെറിയൊരു ഡ്രോപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാലും നമുക്ക് അതൊക്കെ പഠിക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾ എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം 3 അവറാണ് പരീക്ഷ വരുന്നത്. 100 മാർക്കിലോട്ടാണ്. BCOG ആണ് നമ്മുടെ പേപ്പർ. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസിനനുസരിച്ച് നമുക്ക് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എല്ലാത്തിനും, അതായത് 60 മിനിറ്റ് മാത്രമേ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതാൻ നിങ്ങൾ എടുക്കാവൂ. ഓക്കെ, അതൊന്നെങ്കിൽ 2 എസ്സേക്കും കൂടെ 40 മാർക്കായിരിക്കും. 20 മാർക്കിന് 2 എസ്സേ ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടിനും കൂടെ 38 മാർക്കായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ ഈ 60 മിനിറ്റ് കൂടുതൽ നിങ്ങൾ എടുക്കരുത്. അതുപോലെ 40 മിനിറ്റ് ആണ് ഷോർട്ട് എസ്സേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. ഏകദേശം 22 മാർക്കിനോ അല്ലെങ്കിൽ 26 മാർക്കിനായിട്ടായിരിക്കും ഷോർട്ട് എസ്സേസ് ടോട്ടൽ വരുന്നുണ്ടായിരിക്കാം. ഷോർട്ട് നോട്ടിനാണെങ്കിൽ 35 മിനിറ്റ് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ടോട്ടൽ ആയിട്ടോ പറയുന്നത്, ഒരു ഷോർട്ട് നോട്ടിന്റെ കേസല്ല, ടോട്ടൽ ആയിട്ടാണ് പറയുന്നത്. ഒരു 18-22 മാർക്കിനായിരിക്കും ഷോർട്ട് നോട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം ആൻസർ ചെയ്ത് കഴിയുമ്പോഴേക്കും 35 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ 25 മിനിറ്റ് മാത്രം ഈ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. 15 അല്ലെങ്കിൽ 12 മാർക്കിനായിരിക്കും ടോട്ടലി അത് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും അവസാനം ഒരു 15 മിനിറ്റ്സ് നിങ്ങളുടെ ഒരു പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് എല്ലാം റെഡിയാണ്, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ട്, വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്, എവിടെയും തെറ്റിയിട്ടൊന്നുമില്ല, മാറിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ഒരു 15 മിനിറ്റ് നിങ്ങൾ എപ്പോഴും ഇവിടെ ബാക്കി വെക്കാം. ഓക്കെ, അതുപോലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. ചാടിക്കയറി ഉത്തരം എഴുതരുത്. നല്ലപോലെ വായിച്ച് ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിന് മാത്രം ആൻസർ എഴുതുക. അതുപോലെ ലാസ്റ്റ് ടൈമിലോട്ട് ഇരുന്ന് ഫ്രഷ് ആയിട്ട് എഴുതുന്ന ആ ഒരു രീതിയും നിങ്ങൾ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഇനി ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെതാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ ആൻഡ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി. 9 തവണയോളം ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നന്നായിട്ട് അത് പഠിക്കാം. അതുപോലെ ഡിസ്കസ് ദ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഫോർ എ കൺസ്യൂമർ ഓർ എ മാർക്കറ്റ്.
8 തവണയോളം അത് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി പഠിക്കുക. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമാൻഡ് വിത്ത് എ ഷെഡ്യൂൾഡ് ആൻഡ് കർവ്. 8 തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അത് നന്നായിട്ട് ആൻസർ കണ്ടെത്തി പഠിക്കുക. എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. 8 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. നല്ലപോലെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? എക്സ്പ്ലെയിൻ ഈച്ച്. Define elasticity of demand, discuss price income and cross elasticity. What is monopoly compared with the perfect competition? 7 തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസുകളാണ് ഇതൊക്കെ. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് കണ്ടെത്തി നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്ത് പഠിക്കുക. എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് സപ്ലൈ ആൻഡ് ഇറ്റ്സ് എക്സ്പെക്ടേഷൻസ്. വാട്ട് ഈസ് കൺസ്യൂമർ സർപ്ലസ്? സ്റ്റേറ്റ് ഇറ്റ്സ് ലിമിറ്റേഷൻ. രണ്ടും 7 തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. 6 തവണയോളം റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തായിട്ട് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി, നമ്മുടെ ബ്ലോക്ക് 1 നിന്നും യൂണിറ്റ് 1 നിന്നുള്ളതാണ്. അത് 9 തവണയോളം വന്നിട്ടുണ്ട്. ഏകദേശം 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ബ്ലോക്ക് 2 യൂണിറ്റ് 3 നിന്നുള്ളതാണ്. 8 തവണയോളം റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏകദേശം 12 മാർക്കിനോളമുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലോ ഓഫ് ഡിമാൻഡ്, ഷെഡ്യൂൾ ആൻഡ് കർവ്സ് ബ്ലോക്ക് 2 യൂണിറ്റ് 3 നിന്നുള്ളതാണ്. 8 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. 12 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ലിമിറ്റേഷൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 7 ഉള്ളതാണ്. 8 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. 10 മാർക്കിനൊക്കെ ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഉള്ളതാണ്. 7 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. അപ്പോ എന്ത് ചെയ്യാം, നല്ലപോലെ 10 മാർക്കിനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അതുപോലെ യൂണിറ്റ് 4 ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അത് 7 മാർക്കിനോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. 7 തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. 12 മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത്. മോണോപോളി വിഎസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ബ്ലോക്ക് 4 യൂണിറ്റ് 13 14 നിന്നുള്ളതാണ്. 7 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 10 മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത്. ലോ ഓഫ് സപ്ലൈ ആൻഡ് എക്സ്പെക്ടേഷൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 അത് 7 തവണയോളം ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത്. കൺസ്യൂമർ സർപ്ലസ് ആൻഡ് ലിമിറ്റേഷൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആണ് 8 നിന്നാണ്. അതിൽ തന്നെ 7 തവണയോളം അത് റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 8 മാർക്കിനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ റിക്കാർഡിൻ തിയറി ഓഫ് റെന്റ് ബ്ലോക്ക് 5 യൂണിറ്റ് 20 നിന്നുള്ളതാണ്. 6 ടൈംസ് അത് റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 8 മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു പൈ ചാർട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് എത്രമാത്രം ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 62.0% നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും 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 വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. 38% മാത്രമാണ് മറ്റ് ന്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇനി നിങ്ങൾക്ക് കുറച്ച് ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് ആണ് തരാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, essay ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുമ്പോൾ 60 മിനിറ്റിൽ 2 ക്വസ്റ്റ്യൻസും കൂടെ തീരണം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, essay എഴുതി പ്രാക്ടീസ് ചെയ്യുക. എത്ര മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റും, 12 to 15 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ എഴുതുന്ന രീതിയിലൊക്കെ എഴുതി കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ ഓരോന്നിനും ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിന്റെ ഒരു കോർ കൺസെപ്റ്റ് ബോഡി ആയിട്ട് കൊടുക്കുക, ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യുക, പാരഗ്രാഫ് ആയിട്ട് തിരിച്ചെഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കറന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ്, റിയൽ വേൾഡുമായിട്ട് നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്ന എക്സാമ്പിൾസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ്, അതായത് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും.
അപ്പൊ ഓരോന്നിനും നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് പഠിക്കാൻ മാത്രമല്ല, ഇപ്പോ വേർഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടോ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ ഒരു പ്രോബബിലിറ്റി, അതായത് വരുന്ന ജൂൺ എക്സാമിൽ എത്രമാത്രം ഈ ഒരു ടോപ്പിക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബ്ലോക്ക് 1 നോക്കുവാണെങ്കിൽ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി 90% അത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നന്നായിട്ട് അത് നോക്കുക. അതുപോലെ ഫാക്ടർ പ്രൊഡക്ഷൻ 80% വരാനുള്ള സാധ്യതയുണ്ട്. ഈ റേഷണൽ ഫുട് നോട്ട് എന്താന്നുള്ളത് നമുക്ക് പിന്നെ പറയാം കേട്ടോ. അതുപോലെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 ലോ ഓഫ് ഡിമാൻഡ് 80% വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 17% അത് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ യൂണിറ്റ് 3 ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് 17% അത് വരാനുള്ള സാധ്യതയുണ്ട്. മോണോപോളി മാർക്കറ്റ് സ്ട്രക്ചർ 17% വരാനുള്ള സാധ്യതയുണ്ട്. ലോ ഓഫ് സപ്ലൈ 16% വരാനുള്ള സാധ്യതയുണ്ട്. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി 70% വരാൻ സാധ്യതയുണ്ട്. ഇൻഡിഫറൻസ് കർവ് 16% വരാൻ സാധ്യതയുണ്ട്. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് 15% വരാൻ സാധ്യതയുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 40%, കോസ്റ്റ് കർവ് 40%, മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി 40%, ഫാക്ടർ മാർക്കറ്റ് 30% ആൻഡ് ഒലിഗോപോളി 30%, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ 30%. അപ്പോ ഇതില് വളരെ ഹൈ ആയിട്ട് കൊടുത്തേക്കുന്ന 70% ഒക്കെ വളരെ 80% 90% ഒക്കെ പറയുന്ന ടോപ്പിക്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് നന്നായിട്ട് പഠിക്കുക. പിന്നെ 60, 70, 50% ഒക്കെ നമ്മൾ മീഡിയം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം അത് കുറച്ച് പഠിക്കുക എന്നുള്ളതല്ല, നന്നായിട്ട് തന്നെ പഠിക്കുക. ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ ലോ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുന്നത് അത് പഠിക്കാതിരിക്കാനല്ല, അതും കൂടെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതും നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. ഈ ആ ഒരു ഫുട് നോട്ടുകൾ എന്താ നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏകദേശം ആ ഒരു ടോപ്പിക് ഏകദേശം 10 പേപ്പേഴ്സിൽ 9 പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 8 തവണയോളം ചോദിച്ചിട്ടുള്ളതാണ്. അതും ഒരു ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ടോപ്പിക് ആണെങ്കിൽ 8 തവണയോളം റീസെന്റ് ആയിട്ട് എക്സാംസിൽ കാണാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ ഇലാസ്റ്റിസിറ്റി 7 പേപ്പേഴ്സിൽ ഡയറക്റ്റ് ആയിട്ടും അപ്ലൈഡ് ഫോം ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് 10 7 സെക്ഷൻസിലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് പറ്റും. അതുപോലെ മോണോപോളി അല്ലെങ്കിൽ സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള എസ്സേസ് 10 പേപ്പറിൽ 7 ടൈംസ് കാണാനായിട്ട് പറ്റും. ലോ ഓഫ് സപ്ലൈ ആൻഡ് എക്സ്പെക്ടേഷൻ ഫീച്ചേഴ്സ് 6 എക്സാംസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ യൂട്ടിലിറ്റി ലോ ആൻഡ് ലിമിറ്റേഷൻസ് 7 തവണയോളം പേപ്പേഴ്സിൽ 7 പേപ്പേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇൻഡിഫറൻസ് കർവ് ഓർ റിലേറ്റഡ് സബ് പാർട്ട് അത് 6 തവണയോളം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ റിക്കാർഡിയൻ റെന്റ് 5 പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ക്വസ്റ്റ്യൻസ് 4 എക്സാംസിൽ കണ്ടിട്ടുണ്ട്. കോസ്റ്റ് കർവ് യു ഷേപ്ഡ് ആയിട്ടുള്ള കർവുകൾ അതിന്റെ ഫീച്ചേഴ്സ് 4 സെക്ഷൻസിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി മെയിൻ അല്ലെങ്കിൽ സെക്കൻഡറി പാർട്ട് 4 പേപ്പേഴ്സിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്കുകൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ്, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, മോണോപോളി ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇനി നിങ്ങൾ കുറച്ച് സ്ട്രാറ്റജീസ് തരുവാണ്. അതായത് നിങ്ങൾ എപ്പോഴും ഫുൾ എസ്സേ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഡയഗ്രാംസ് ഒക്കെ കൊടുത്ത് റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് ഒരു ബോഡി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പാരഗ്രാഫ് ഒക്കെ ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ എന്താ പറയുക, റിപ്പിറ്റേഷൻ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിന്റെ സബ് പാർട്ട് ഉണ്ടെങ്കിൽ അതിലെ ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത് മീഡിയം പ്രോബബിലിറ്റി. അത് മീഡിയം പ്രോബബിലിറ്റി കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ലോ ഓഫ് സപ്ലൈ, ഇൻഡിഫറൻസ് കർവ്, റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, കോസ്റ്റ് കർവ്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇതെന്ത് ചെയ്യാം, നിങ്ങൾ സമ്മറൈസ് ചെയ്തിട്ട് ടാബിളുകളിലോ അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടൊക്കെ പഠിച്ചു വെക്കുക. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൽ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഡയഗ്രാംസ് എല്ലാം മാച്ച് അല്ലേ എന്നുള്ളതും ഒന്ന് ഉറപ്പ് വരുത്തുക. ഇനി ലോ പ്രോബബിലിറ്റി മീൻസ് അത് പഠിക്കണ്ട എന്നല്ല, നിങ്ങൾക്ക് അത് പഠിക്കാനുള്ളത് തന്നെയാണ്, മനസ്സിലാക്കി വെക്കുകയാണ് കേട്ടോ. ഫാക്ടർ മാർക്കറ്റ്, ഒലിഗോപോളി, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്താന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അതിന്റെ സമ്മറി നോട്ട്സ് അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻസ്, എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഫോക്കസ് ചെയ്യുക. അതുപോലെ ഒരു സാമ്പിൾ ആൻസർ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി നമ്മൾ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എത്രമാത്രം പ്രോബബിലിറ്റി ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ടോപ്പിക്സും വരാനുള്ള ആ ഒരു സാധ്യതയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്.
നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ ഹൈ പ്രോബിലിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സുകളാണ് ഈ ഗ്രീൻ ഏരിയാസിൽ കാണുന്നത്. മീഡിയം ലെവൽ ഓഫ് കൊടുക്കേണ്ടതാണ് ഈ ഒരു യെല്ലോ ഇതിൽ കാണുന്നത്. റെഡ് ആയിട്ട് കാണുന്നത് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ്. സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി ആൻഡ് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ, ഇത് രണ്ടും ഗ്യാരണ്ടി ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് പഠിച്ചോളൂ, വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ലോ ഓഫ് സപ്ലൈ ഇൻഡിഫറൻസ് കർവ് ഒരു മോഡറേറ്റ് ലെവലിൽ വരാൻ സാധ്യതയുണ്ട്. ഒലിഗോപോളി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസും വരാനുള്ള സാധ്യത കുറവാണ്, പക്ഷെ ഒഴിവാക്കി വിടേണ്ട ആവശ്യമില്ല, പഠിക്കാം. അടുത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 3 മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. അതിനിടയിൽ പേപ്പർ മുന്നൊക്കെ എടുക്കുക, അതിനിടയിൽ വേറെ ഒന്നും ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് എക്സാം എഴുതുന്ന ഒരു ലാഭത്തോടു കൂടെ അതിനെ കാണുക. ഇതിന്റെ ആൻസർ നമ്മൾ ലേൺവൈസ് ആപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ടൈം 3 മണിക്കൂറാണ്, 100 മാർക്കിലോട്ടാണുള്ളത്. അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ്, ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. അപ്പൊ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഫണ്ടമെന്റൽ പ്രോബ്ലം faced by every economy and explain how different economy system address these problems. B question, using a production possibility curve, illustrate the concept of opportunity cost with a suitable example. Second question, list a explain the main factor of production, use a hypothetical example to show how each factor contributes to the output of a bakery. B question, with the help of a table, show how division of labor increases productivity in manufacturing firm. Third question, suppose a demand schedule for a product is as follows. Plot the demand curve and explain the load demand using this data. B question, identify the explain two expectations to law of demand. Fourth question, define price elasticity of demand using the demand schedule below. Calculate the price elasticity between each price quantity pair. B question, why is the concept elasticity important for firm in deciding its pricing policy? And fifth question, explain the law of diminishing marginal utility with a practical example involving conception of cups of tea. Provide a table showing the total and marginal utility for the first 5 cups. Discuss any 2 limitations to the law of diminishing marginal utility. And sixth question, what is mean by the indifference curve? Explain the 3 key properties of indifference curve. Consider the consumer who allocate his income between 2 goods X and Y. Using a budget line indifference curve, explain how equilibrium is achieved. Seventh question, compare the contrast monopoly and perfect competition market structure on the basis of price determination, entry barriers, and efficiency. B question, suppose a monopoly face the following demand and cost schedule. Calculate the profit maximizing output level. Show all workings.